ഇത് ഒരു കഥയല്ല. ഇത് മലയാള സിനിമയുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു പേരിന്റെ യാത്രയുടെ അവസാന അധ്യായം. ശ്രീനിവാസൻ ഒരു നടൻ മാത്രമല്ല, ഒരു ചിന്തകൻ, ഒരു എഴുത്തുകാരൻ, ഒരു സംവിധായകൻ. അദ്ദേഹം പറഞ്ഞ ഓരോ ഡയലോഗും, ഓരോ കഥാപാത്രവും, ഓരോ ചിരിയും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിബിംബങ്ങൾ. 2025 ഡിസംബർ 20 കൊച്ചിയിലെ ആശുപത്രിയിൽ 69-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. വർഷങ്ങളായി ആരോഗ്യപ്രശ്നങ്ങൾ നേരിട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ചിരി നമ്മിൽ പലരുടെയും മനസ്സിൽ ഇന്നും മുഴങ്ങുന്നു. മമ്മൂട്ടി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ശ്രീനിവാസൻ എന്നതൊരു വ്യക്തിയല്ല, ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. അദ്ദേഹം മലയാള സിനിമയെ ചിന്തിപ്പിച്ചു, ചിരിപ്പിച്ചു, കരയിപ്പിച്ചു. മോഹൻലാൽ, കമൽഹാസൻ, രജനീകാന്ത്, പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എല്ലാവരും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ സിനിമകൾ: സന്ദേശം, തലയിണ മന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള, ടി.പി. ബാലഗോപാലൻ എം.എ., നാടോടിക്കാറ്റ്, ചിത്രം, അക്കരെ 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 ഇവയെല്ലാം മലയാള സിനിമയുടെ ക്ലാസിക് പാഠപുസ്തകങ്ങളായി മാറിയിരിക്കുന്നു. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. പക്ഷേ അച്ഛന്റെ ചിരിയും ചിന്തയും പുനരാവർത്തമാകാൻ കഴിയില്ല. ഇത് ഒരു യാത്രയുടെ അവസാനമാണ്. പക്ഷേ ശ്രീനിവാസന്റെ ചിരിയും ചിന്തയും നമ്മിൽ തുടരും. മലയാള സിനിമയുടെ ഹൃദയത്തിൽ അദ്ദേഹം എന്നും ജീവിക്കും.